മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ഫണ്ട് പിരിവിൽ കോൺഗ്രസിനെതിരെ വീണ്ടും ആരോപണവുമായി CPIM. ധനലക്ഷ്മി ബാങ്കിന് പുറമെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വഴിയും പണം പിരിച്ചെന്നാണ് ആരോപണം. ഈ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ പോയി. അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാൻ CPIMന്റെ സമൂഹ മാധ്യമ ചുമതലയുള്ള MV നികേഷ് കുമാർ കോൺഗ്രസിനെ വെല്ലുവിളിച്ചു. സംഖ്യയുടെ ഇടപാടുകൾ നടന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായി കൈകാര്യം ചെയ്യുന്ന ഈ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇതുവരെ പറയാതിരുന്നത്? ഫെഡറൽ ബാങ്കിന്റെ തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തുള്ള ഈ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് ഈ രണ്ട് അക്കൗണ്ടുകളിൽ നിന്നും, ധനലക്ഷ്മി ബാങ്കിന്റെയും ഫെഡറൽ ബാങ്കിന്റെയും അക്കൗണ്ടുകളിൽ നിന്ന് പണം പോയിട്ടുണ്ടോ? വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ? മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസം സംബന്ധിച്ച് കോൺഗ്രസിനെതിരെ വ്യാപകമായ വിമർശനമാണല്ലോ CPIM ഉയർത്തുന്നത്. ഉമേഷ്. ദിലീപ് കുമാർ, ഇത് സംബന്ധിച്ച ഒരു പ്രതികരണവും പ്രതിപക്ഷ നേതാവിൻ്റെയോ KPCC പ്രസിഡന്റിന്റെയോ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണമുണ്ടോ എന്ന് അന്വേഷിച്ചു, പക്ഷേ തിരിച്ചു മറുപടി പറയാമെന്ന് മാത്രമാണ് ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു ആരോപണം ശക്തമായി തന്നെ CPM മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രസിദ്ധീകരിച്ച വീഡിയോയിലാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതായത് നേരത്തെ KPCC പ്രസിഡന്റ് അടക്കം പുറത്തുവിട്ടത് ധനലക്ഷ്മി ബാങ്ക് വഴി, ബാങ്കിലെ അക്കൗണ്ട് വഴിയാണ് ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് വേണ്ടി പണം സ്വീകരിച്ചത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ മറ്റൊരു അക്കൗണ്ട് കൂടിയുണ്ട്. ആ അക്കൗണ്ട് എന്ന് പറയുന്നത് വെള്ളയമ്പലത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയുടെ അക്കൗണ്ടാണ്. ആ അക്കൗണ്ട് വഴി എത്ര രൂപ പിരിച്ചു, എന്തുകൊണ്ടാണ് ഈ അക്കൗണ്ടിലെ വിവരങ്ങൾ മറച്ചുവെച്ചത് എന്നീ ചോദ്യങ്ങളാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. അതുകൂടാതെ മറ്റ് രണ്ട് ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അതായത് 2024-2025 ഈ പണത്തിൽ നിന്ന് ഭൂമി ഇടപാട് നടത്താൻ വേണ്ടി പണം പിൻവലിച്ചതെന്ന് പറയുന്നു. 2024 മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ മാറ്റിയിട്ടുണ്ടോ? അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂപയാണ് മാറ്റിയിരിക്കുന്നത്? അതുകൂടാതെ 2025 ഭൂമി വാങ്ങാൻ വേണ്ടി ഈ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പ്രവാസിയായ ഒരാൾക്ക് പണം നൽകിയിട്ടുണ്ടോ? അത് വ്യക്തമാക്കണം. വ്യക്തമാക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടണം. അതിനുള്ള ധൈര്യം കോൺഗ്രസിനുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ CPM ചോദിച്ചിരിക്കുന്നത്. എന്തായാലും മറുപടി ഇതുവരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നോ KPCC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.